22ാം ദിവസവും ദുരന്തമുണ്ടായ വയനാട് മേപ്പാടിയിലെ വിവിധ മേഖലകളിൽ തെരച്ചിൽ തുടരുകയാണ്. സർക്കാർ പുറത്തുവിട്ട കണക്കുപ്രകാരം 119 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തബാധിതരുടെ വായ്പാ തിരിച്ചടവ് പിടിച്ചതിനെതിരെ ഇന്നലെ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ദുരന്തബാധിത പ്രദേശങ്ങളായ മേപ്പാടി പഞ്ചായത്തിലെ 6 സോണുകളിൽ സംസ്ഥാന സേനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്. മുണ്ടക്കൈ, ചൂരൽമല, ഉരുൾപൊട്ടൽ മേഖലയിലും ചാലിയാറിന്റെ തീരങ്ങളിലെ നിലമ്പൂർ വനമേഖലയിലും തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 119 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. കഴിഞ്ഞ 13-ന് ശേഷം മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായിട്ടില്ല. ഇതുവരെ 231 മൃതദേഹവും 212 ശരീരഭാഗവുമാണ് ലഭിച്ചത്. നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ദുരന്തത്തെ അതിജീവിച്ചവരുടെ പുനരധിവാസം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും. ദുരന്ത മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശുചീകരണവും നടക്കുന്നുണ്ട്. ദുരിതബാധിതർക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ച അടിയന്തര ധനസഹായത്തിൽ നിന്ന് ഗ്രാമീൺ ബാങ്ക് വായ്പ തിരിച്ചടവ് പിടിച്ചതിനെതിരെ ഇന്നലെ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. കൈരളി ന്യൂസ്, വയനാട്.